ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമാവാനായി. എൻ്റെ എൽഡർ സിബ്ലിങ്ങും ഈ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നേ വരെ ഒരു റിലീജിയസ് ബേസ്ഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷൻ ബേസ്ഡോ ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വാല്യൂസ്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രഡീഷൻസ് ഉണ്ട്. അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യും. അതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ അല്ല. എന്തെന്നെ ആയിക്കോട്ടെ, നമുക്കിവിടെ കിട്ടുന്ന എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിൽക്കണേ. ട്രഡീഷൻസ് നമ്മൾ ഫോളോ ചെയ്യാതെ നമ്മളെ കൺട്രീന്റെ ഭാഗമാണ്, നമ്മളെ സ്കൂളിന്റെ ട്രഡീഷൻസിന്റെ ഭാഗമാണ്. ഇവിടെ ഈ സ്കൂള് ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ആക്കിയത്. പിന്നെ ഇങ്ങനെ പൂജകളും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എന്നെ പഠിപ്പിച്ചവരെ കണ്ടാൽ നമ്മളൊന്ന് ആദരിക്കൂലേ, അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കണത്. എൻ്റെ മോള് ഇവിടെ അധികം കുട്ടികളും പറയാം, എല്ലാ പ്രാർത്ഥനയും ഒറ്റയടിക്ക് പറയും. അവള് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടോ അല്ല, ഇവിടുന്ന് കേട്ട് പഠിക്കണതാണ്. അത് അവളുടെ മനസ്സിൽ കയറി. അത് എല്ലാ മതം നമ്മൾ പഠിക്കണം, എല്ലാം പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിൽ എന്താണ് അവർക്ക് തോന്നുന്നത് അത് പഠിക്കുക, അത്രേ ഉള്ളൂ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയും നല്ലൊരു സ്കൂൾ ഉണ്ടാകുമ്പോൾ അവിടെ എവിടെ കൊണ്ടുപോയി ചേർക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ വർഷം ഗുരു പൂർണിമ അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇത് വന്നിട്ട് ടീച്ചേഴ്സിന് ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് ഫോഴ്സ്ഡ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളെ എവിടെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. അതിന് ആരുടെയും എത്ര എതിർപ്പുണ്ടെങ്കിലും ഞങ്ങൾ അതിന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.